ഹലോ ഫ്രണ്ട്സ്, സക്സസ് അക്കാഡമിയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളേവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന RRBയുടെ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് നോട്ടിഫിക്കേഷൻ റിലീസായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഉടൻ തന്നെ അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കേണ്ട കുറച്ച് ഡേറ്റ്സ് ആണ്. അതായത് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് അത് ജനുവരി 20 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നാളെ മുതലാണ് ആപ്ലിക്കേഷൻ നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് 19th ഫെബ്രുവരി ആണ്. അപ്പോൾ ജനുവരി 20 മുതൽ ഫെബ്രുവരി 19 വരെയാണ് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റിൻ്റെ വേക്കൻസിയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി വിൻഡോ ഫോർ ദ കറക്ഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോം വരുന്നത് ഫെബ്രുവരിയിലാണ്. ഫെബ്രുവരി 20 മുതൽ 29 വരെയാണ് നമുക്കത് കറക്ഷൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇതിൻ്റെ വേക്കൻസി ഇപ്പോൾ 21 റെയിൽവേ സോണുകളിലായിട്ട് 21 റെയിൽവേ റീജിയണിലായിട്ട് 5696 വേക്കൻസിയാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ഒരു പോസ്റ്റിലേക്ക്, അതായത് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് 10th പാസ്സാണ്. 10th പാസ് പ്ലസ് ITI അതാണ് പറയുന്നത്. ഏതൊക്കെ ഫീൽഡുകളിലുള്ള ഏതൊക്കെ ട്രേഡുകളിലുള്ള ITI ആണ് വേണ്ടതെന്ന് നോക്കുമ്പോൾ ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്, മിൽറൈറ്റ് മെയിൻ്റനൻസ് മെക്കാനിക്, ഇലക്ട്രോണിക്സ് മെക്കാനിക്, പിന്നെ ട്രാക്ടർ മെക്കാനിക്, ആർമേച്ചർ ആൻഡ് കോയിൽ വൈൻഡർ മെക്കാനിക്, ഹീറ്റ് എൻജിൻ ടർണർ മെക്കാനിസ്റ്റ്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് മെക്കാനിക്. അപ്പോൾ ഇത്രയും ട്രേഡുകളിലുള്ള ITI SSLC പ്ലസ് ഈ പറയുന്ന ട്രേഡുകളിലുള്ള ITI ആണ് എസെൻഷ്യൽ ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നത്. ഇതല്ലാതെ മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രൻറ്റീസ്ഷിപ്പ് ഇൻ ദ ട്രേഡ്സ്, ഈ പറഞ്ഞ ട്രേഡുകളിലുള്ള അപ്രൻറ്റീസ്ഷിപ്പ് ഉള്ളവർക്കും, അതായത് SSLC പ്ലസ് ഈ പറയുന്ന ട്രേഡുകളിലുള്ള അപ്രൻറ്റീസ്ഷിപ്പ് ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ SSLC പ്ലസ് 3 year ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ഓർ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് അവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് വേരിയസ് സ്ട്രീംസ് ഓഫ് ദീസ് എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ ഫ്രം ദ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ അതും പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാൻഡിഡേറ്റ്സിനാണ്, ഇത്രയും ഈ ക്വാളിഫിക്കേഷൻസ് ഉള്ള കാൻഡിഡേറ്റ്സിനാണ് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് പറയുന്നത് 18 to 30 വയസ്സാണ്. അപ്പോൾ 18 30 ഇടയ്ക്ക് പ്രായമുള്ള കാൻഡിഡേറ്റ്സിനാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറയുന്ന ഏജ് റിലാക്സേഷൻ റൂൾസും ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ആ ഒരു കാൻഡിഡേറ്റ്സിന് ആ ഒരു ഏജ് റിലാക്സേഷൻ ആവശ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സ് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. ഇനി ആപ്ലിക്കേഷൻ ഫീസ് നമ്മൾ ഓൺലൈനായിട്ട് തന്നെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഫോർ ഓൾ കാൻഡിഡേറ്റ്സ് പറയുന്നത് 500 രൂപയാണ്. പിന്നെ കാൻഡിഡേറ്റ്സ് ബിലോങ്സ് ടു SC ST എക്സ് സർവീസ്, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, മൈനോറിറ്റീസ് ഓർ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസ് അവർക്ക് പറയുന്നത് 250 രൂപയാണ്. ഇത് റീഫണ്ടബിൾ ഫീസാണ്. അതായത് CBT 1 അറ്റൻഡ് ചെയ്ത എല്ലാ കാൻഡിഡേറ്റ്സിനും ഈ ഫീസ് റീഫണ്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ 500-ൽ 400 ആയിരിക്കും, ബാങ്കിൻ്റെ ചാർജസ് ഒഴിച്ചിട്ടുള്ള 400 ആയിരിക്കും അവർക്ക് റീഫണ്ട് ചെയ്യുന്നത്. ബാക്കി ഈ അല്ലാതെയുള്ള കാൻഡിഡേറ്റ്സ്, അതായത് SC ST കാൻഡിഡേറ്റ്സിന്, SC ST എക്സ് സർവീസ് ആ കാൻഡിഡേറ്റ്സിന് എല്ലാവർക്കും ഈ പറയുന്ന 250 രൂപ ബാങ്ക് ചാർജസ് കഴിഞ്ഞിട്ടുള്ള ബാക്കി എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യുന്നതായിരിക്കും. ബട്ട് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്തിരിക്കണം, CBT 1 അറ്റൻഡ് ചെയ്തിരിക്കണം. പിന്നെ ആപ്ലിക്കേഷനും നമ്മൾ ഓൺലൈനായിട്ട് വഴി തന്നെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. വേറെ ആപ്ലിക്കേഷൻ മോഡൊന്നും അവർ സ്വീകരിക്കുന്നതല്ല. അപ്പോൾ ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് ഏത് റീജിയണിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ബാംഗ്ലൂർ റീജിയണിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഏതാണ് സൈറ്റ്? www.rrbnc.gov.in. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. നിങ്ങൾ ഏത് റീജിയൺ ആണോ പ്രിഫർ ചെയ്യുന്നത് അവിടുത്തെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതായത് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് 5 സ്റ്റേജ് ആയിട്ടാണ്. അതിൽ ഫസ്റ്റ് സ്റ്റേജിൽ CBT 1 ആണ്. CBT 1 കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ 1. പിന്നെ സെക്കൻഡ് സ്റ്റേജിൽ CBT 2 ആയിരിക്കും. പിന്നെ തേർഡ് സ്റ്റേജിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആയിരിക്കും. പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ്. അതായത് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റിൻ്റെ
സെലക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത് ഈ സ്റ്റേജുകളിലൂടെ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ CBT 1 and 2 അതിൻ്റെ പാറ്റേണും കാര്യങ്ങളും, അതായത് എക്സാം എങ്ങനെയായിരിക്കും, അതിൻ്റെ നെഗറ്റീവ് മാർക്കിംഗ് എങ്ങനെയാണ്, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും, വരും ദിവസങ്ങളിൽ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം സക്സസ് അക്കാഡമി.